ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടുപറമ്പിലും അതേപോലെ തന്നെ പുറത്ത് പറമ്പിലും ഒക്കെ നമ്മൾ റംബൂട്ടാൻ പൂക്കാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, റംബൂട്ടാനും മാങ്കോസ്റ്റിനും പൂക്കാനായിട്ടും കായ്ക്കാനായിട്ടും ഒക്കെ നമ്മൾ ചെയ്ത വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2 തവണ വർഷത്തിൽ വളം ചെയ്യും. അത് ചാണകം അല്ലെങ്കിൽ ആട്ടുംകാഷ്ടം, അതുപോലെ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണോ അത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. അപ്പോൾ കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പെട്ടെന്ന് തന്നെ ആ വർഷം തന്നെ അതിൻ്റെ വളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വളം നല്ല ലയിച്ച് മണ്ണിൽ ലയിച്ച് ചെടിക്ക് വലിച്ചെടുക്കാവുന്ന ഫോമിലേക്ക് വരിക. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ തീർച്ചയായിട്ടും pH കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഡോളോമേറ്റ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഭൂമി പവറാണ്. അത് ഓർഗാനിക് ആയിട്ടുള്ള വളമാണ്, ചെടിയുടെ ഗ്രോത്തിന് കൂടി ഒന്ന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭൂമി പവർ നമുക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ലിക്വിഡായിട്ടുള്ള വളങ്ങളെന്ന് പറയുന്നത് ബ്ലൂം, നൈട്രോക്കിംഗ്, സ്പ്രെഡോൾ. ഇത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്പ്രേ രൂപത്തിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന ഫോളിയാർ സ്പ്രേ, ആ രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് റിസൾട്ട് കാണാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പൂക്കാനും കായ്ക്കാനും ആയിട്ടുള്ള പ്ലാന്റുകൾക്കാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ വളങ്ങളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് കുറേ പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്തവർ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട സമയം തന്നെയാണിത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഉപയോഗ രീതി നമ്മൾ വാട്സപ്പിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിക്കുക, കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. സ്പ്രേ ആണെങ്കിൽ നമുക്ക് 2 3 പ്രാവശ്യം നമുക്ക് 15 ദിവസം ഇടവേളയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതാണ് കൂടുതൽ പേര് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇപ്രാവശ്യം വീഡിയോയിൽ കാണിക്കുന്നത് തടത്തിൽ ഒഴിച്ച് കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് കൂടി കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനുശേഷം നമ്മുടെ റംബൂട്ടാൻ പൂവിട്ടതും നമുക്ക് കാണാവുന്നതാണ്. നമ്മളിവിടെ പൂക്കാനും കായ്ക്കാനും പ്രായമായിട്ടുള്ള എല്ലാ ചെടികൾക്കും ബ്ലൂം, അതേപോലെ തന്നെ നൈട്രോക്കിംഗ്, സ്പ്രെഡോൾ, ഈ കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ചെടികളാണ് നമ്മുടെ ഈ വീട്ടുപറമ്പിലുള്ളത്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ, ഒഴിക്കുന്നത്. പറമ്പിൽ ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ വലിയ മരങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ 50 ml ബ്ലൂം, 25 ml നൈട്രോക്കിംഗ്, സ്പ്രെഡോൾ 10 ml. ഇത് ഈ ഒരു രീതിയിലാണ് 10 ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ 10 ലിറ്റർ ഒഴിച്ചു കൊടുത്തതാണ്. ഇതിൻ്റെ ഇപ്പോൾ കടയ്ക്ക് ഈ വേരുകൾ കണ്ട, ചെറിയ വേരുകൾ, നല്ല ടേസ്റ്റുമാണ്, നല്ല വലിപ്പമുള്ള കായ്കളാണ് ഇതിൻ്റെ. ഇത് നമ്മുടെ അബിയു ആണേ. ആദ്യമായിട്ട് പൂവിട്ട് ആ വർഷം തന്നെ കായുണ്ടായ അബിയു മരമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു, അടിപൊളി ടേസ്റ്റ്. അപ്പം ഞങ്ങളുടെ ഈ പേര പൂത്തിട്ടുണ്ട് കേട്ടോ, പൂവുണ്ടായിട്ടുണ്ട്. നമ്മുടെ നിറയെ കായ ഉണ്ടാകുന്ന മാങ്കോസിനാണ്. പൂക്കാനുള്ള അവസരം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത മാസത്തേക്ക് പുള്ളി പൂത്ത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പൂക്കാനും സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഒഴിച്ചുകൂടെ കാണാം. ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും മിക്സ് ചെയ്തിട്ട് 10 ലിറ്ററാണ് നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല. സ്പ്രേ ചെയ്യണമെങ്കിൽ ഇത്ര വലിയ ചെടി ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ചോട് നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലോങ്കനാണ്, ഓൾ സീസണാണ്. അപ്പോൾ ഇതിൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും ഇതിന് മുമ്പ് ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആൾ പൂത്ത് കിട്ടുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീണ്ടും ഒന്നും കൂടി കൊടുക്കാൻ പോകാം. ഇത് നമ്മളുടെ ഇസ്രായേൽ ഓറഞ്ചാണ്, നിറയെ കായുണ്ട്. എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതിൻ്റെ പഴുത്ത് കിട്ടിയേക്കണം. ഓൾ സീസണാണ്, നല്ല ഓറഞ്ച് കളറിലിരിക്കും ഫുള്ളായിട്ട്. ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല ഭംഗിയിൽ എടുക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുളി മധുരം ഒക്കെ കൂടിയ ഒരു ഇതാണ്. ചിലർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇതുമ്പോൾ കണ്ട വലിപ്പമുള്ള പഴുത്ത കായകളുണ്ട്, അതുപോലെ ചെറിയ കുഞ്ഞി കായകളുണ്ട്. ഇവിടെ അടിയിൽ പഴുത്ത്. ലെമൺ വെറൈറ്റീസ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതും കായ്ച്ചു നിൽക്കുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വെള്ള നിറമുള്ള പൂക്കളും പിന്നെ നിറയെ കായ്കളും, അത് നമ്മുടെ വീടിൻ്റെ ഒരു ഐശ്വര്യമാണെന്നാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ പഴുത്ത കായ്കൾ എടുത്തിട്ട് കാറിൽ വെക്കും, പിന്നെ അതുപോലെ തന്നെ സാലഡിൽ ഒഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്.
അപ്പോൾ ഈ ഒരു വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ള കൂടുതൽ റംബൂട്ടാൻ വളർത്തുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വളർത്തുന്ന കർഷകർക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി ഇത് അയച്ചു തരുന്നതാണ്. ഇത് നമ്മുടെ പറമ്പിലെ റംബൂട്ടാനാണ് കേട്ടോ. ഇതും നന്നായിട്ട് പൂത്തിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ ഈ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ പൂമുട്ടുണ്ടായി നിൽക്കുന്നത്. ഈ മരം നിറയെ ഇതേപോലെ തന്നെ എല്ലാ ശിഖരത്തിലും തന്നെ പൂമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പൂവുണ്ടായി കായ്ഫലമായി അത് പറിച്ച ഉടനെ തന്നെയാണ് പ്രൂൺ ചെയ്യേണ്ട സമയം. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് പ്രൂൺ ചെയ്താൽ ഒരിക്കലും നമുക്കിതിൽ കായ്ഫലം അടുത്ത പ്രാവശ്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. ചിലർ പറയാറുണ്ട് ആദ്യത്തെ വർഷം കായ്ച്ചതാണ്, പിന്നെ പല വർഷങ്ങളായിട്ട് കായ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്ന സമയം തെറ്റിയിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ എപ്പോഴെങ്കിലും അല്ല ഇതിൻ്റെ പ്രൂണിങ് ചെയ്യേണ്ടത്. ആ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആൾക്കാർ. ഇത്തവണ നമ്മുടെ വീട്ടുപറമ്പിലെ പുല്ലാസാനും പൂവിട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പൂവിടാതെ നിന്നിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും കായ്ച്ചു, ഇപ്രാവശ്യവും എന്തേ ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ പുലാസാനും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സീഡ് മുളപ്പിച്ചതാണ്. അതുകൊണ്ട് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ കൃഷി വിശേഷങ്ങൾ നമ്മുടെ എല്ലാതരം വിളകളിലും തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ പ്ലാവ്, അതേപോലെ തന്നെ പ്ലാവൊക്കെ ഒത്തിരി നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജാതിയിലും നല്ല കായ്പിടുത്തവും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച വളത്തിൻ്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഓൾ.